ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരോഗ്യത്തിൽ ഇന്നെൻ്റെ കൂടെയുള്ളത് VPS ലേക്ക് ഷോറിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ ഡോക്ടർ അരുൺ ഉമ്മനാണ്. ഡോക്ടർ വെൽക്കം. നമസ്കാരം. ഈ ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഈ വേളയിൽ ഡോക്ടറുടെ അടുത്ത് എനിക്ക് ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഫുഡ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ പ്രായം തൊട്ട് ഉള്ള സമയം നമ്മൾ നോക്കണമല്ലോ. അപ്പം നമ്മൾ ബ്രെയിനിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഫുഡ് എന്താണ്, ആ ഫുഡ് ഹാബിറ്റ് എന്താണ്? ഇപ്പം ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു സ്റ്റോറേജ് ഇല്ല. അതിനെപ്പോഴും ബ്ലഡ് സപ്ലൈ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പോലും ഗ്ലൂക്കോസ് ഇല്ലാതെ കറക്റ്റ് ന്യൂട്രിയൻ്റ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പം നമ്മൾ ഈ ന്യൂട്രിയൻസ് കുറഞ്ഞോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കുറഞ്ഞോ നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പവർ കുറയാൻ തുടങ്ങും. ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ റെഗുലറായിട്ട് ഗ്ലൂക്കോസ് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം അത് വളരെ ഷോർട്ടായിട്ടുള്ള 3 മീൽസ് എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് കഴിക്കണം. ഇതിൽ നമ്മൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, മെജോറിറ്റി 90% ആൾക്കാരും ഡേ ടൈമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അതിൻ്റെ മുമ്പുള്ള മീൽ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങുന്ന ഒരു രീതിയിലൂടെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. കറക്റ്റായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ് എല്ലാം ചെയ്ത് അതിൻ്റെ കൂടെ നല്ല ഹൈഡ്രേഷനും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരു ദിവസം നമ്മുടെ മീൽസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു മോഡറേറ്റ് ലഞ്ചും ഒരു ലൈറ്റ് ഡിന്നറും, അതാണ് എപ്പോഴും അതിൻ്റെ ഒരു നോർമൽ രീതി. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സപ്ലൈ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെയുള്ള ഓരോ മിനറൽസും ഉണ്ട്, പല പല പ്രോട്ടീൻസ്, അത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ബ്രെയിനിലെ ഏറ്റവും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ്, അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. ഇപ്പോൾ വിറ്റാമിൻ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബോഡിയിലെ സ്ട്രോങ്കസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോങ്കസ്റ്റ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് ഈ ബ്ലൂബെറീസ്, ബദാംസ്, അങ്ങനത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ വളരെ കൂടുതലാണ്. ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് ശരിക്കും ബ്രെയിനിലെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ ഇവിടെയൊക്കെ ഇപ്പം കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, വിദേശത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ വളരെ നല്ലതാണ്, റെഗുലറായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ. പിന്നെ ബദാം, ആൽമണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഞരമ്പുകളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ സി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഒമേഗ ഫാറ്റി ആസിഡ്സ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നെർവ്സിൻ്റെ ഫംഗ്ഷനെയും ന്യൂറോമോട്ടറി ഫംഗ്ഷനും എല്ലാം പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്രെയിനിലെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ്, നമ്മളിപ്പോൾ ബ്രെയിനിൽ പവർ എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ കോഗ്നിഷൻ എല്ലാവരും മെമ്മറി മാത്രമല്ല, എല്ലാവരും ബ്രെയിൻ പവർ എന്ന് പറഞ്ഞാൽ മെമ്മറി ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു പാർട്ടേ ഉള്ളൂ. എന്നാൽ ബ്രെയിനിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെങ്ങനെ പെരുമാറുന്നു, ഒരു സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, നമ്മളൊരു പ്രാക്ടിക്കൽ വിഷയം, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുന്നു, ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നു, അവർ ചോദിക്കുന്ന റിപ്ലൈ, ചിലപ്പോൾ എല്ലായിടത്തും ഓരോ സിറ്റുവേഷൻസ് എന്നുള്ള റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വായിച്ചിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ മെമ്മറി. സ്കൂൾ തലത്തിലൊക്കെ അതിന് നല്ല വാല്യൂ ഉണ്ട്, കാരണം അങ്ങനത്തെ മെമ്മറിയുള്ള കുട്ടികൾക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ ബ്രെയിൻ പവർ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം അതാണ് ശരിക്കും നമ്മൾ ബ്രെയിൻ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, ഒമേഗ ഫാറ്റി ആസിഡ്സ്. ഇപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ മീനുകളാണ്. മത്തി പോലത്തെ മീനും കൊഴുവൊക്കെ ആണ് യൂഷ്വലി നല്ല സോഴ്സസ് ആയിട്ടുള്ളത്. പിന്നെ വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ ഫാക്സ് സീഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്ത ഈ നട്ട്സിലൊക്കെ നമുക്ക് കാണാം ഒമേഗ ഫാറ്റി ആസിഡ്സ്. അത് വേണമെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കാം ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ. ഞാൻ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം ചോദിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ഇയുടെയും സിയുടെയും എല്ലാം വെച്ചിട്ട് ഫുഡിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേരും സപ്ലിമെൻറ്റ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഏത് പ്രായത്തിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കാതെ ഈ സിയും ഇയും ഒക്കെ സപ്ലിമെൻ്റ് എടുക്കാമോ? ഒമേഗ ബേസിക്കലി ഒരുപാട് ടോക്സിക് ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല. ബേസിക്കായിട്ട് ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് നല്ല ഫുഡ് കഴിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മനസ്സിലായില്ല. പക്ഷേ നമുക്ക് നല്ല ഫുഡിൻ്റെ കൂടെ നമുക്ക് സപ്ലിമെൻ്റ് ആക്കി യൂഷ്വലി ഒരു മിഡിൽ ഏജ് നമ്മുടെ ഈ ബ്രെയിനിലെ ഒരു വിറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ എനർജി ഒരു 40 years കഴിയുമ്പോൾ പതുക്കെ കുറയാൻ തുടങ്ങും. 40 years കഴിയുമ്പോഴേക്കും ആ സമയം മുതൽ വേണമെങ്കിൽ നമുക്ക് ഈ പോലത്തെ സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഇപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. വിറ്റാമിൻസിൻ്റെ ഉണ്ട്, മിനറൽസിൻ്റെ ഉണ്ട്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് കഴിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ എന്താ ചെയ്യുക, ഈ ഗൂഗിൾ യൂണിവേഴ്സിറ്റി നമുക്ക് വളരെ പോപ്പുലറായിട്ട് ചുറ്റുമുള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് റീലുകളൊക്കെ കാണുമല്ലോ. അപ്പം ബ്രെയിനിൻ്റെ എക്സസൈസസ് 10 minutes കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് റീസ്ട്രക്ചർ ചെയ്തെടുക്കാം, ബ്രെയിനിന് മാറ്റങ്ങൾ വരുന്നു, ദിവസം 10 minutes ഇത് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയതുപോലെയാകും എന്നൊക്കെ പറഞ്ഞുള്ള പല
റീലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എക്സസൈസസ് ഉണ്ടോ ശരിക്കും ബ്രെയിനിനെ അങ്ങനെ ചെയ്യാൻ? നമ്മുടെ ബ്രെയിനിലെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അതെല്ലാം ടെമ്പററി എഫക്റ്റാണ്. നമ്മുടെ ബ്രെയിനിലെ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് ഒരു പെർമനൻറ്റ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊരു കുറേ ലോങ് ടേം പ്രാക്ടീസിലൂടെ പറ്റത്തുള്ളൂ. ഒരു ടെമ്പററി എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പല കാര്യങ്ങൾക്കും പറ്റും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ 4 ഹോർമോൺസിൻ്റെ ലെവൽ കൂട്ടുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ബ്രെയിനിലെ ഒരു ടെമ്പററി ഫങ്ഷൻ കൂടും. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡോപ്പമിൻ എന്ന് വെച്ചാൽ നമ്മുടെ റിവാർഡ് ഹോർമോണാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായാൽ അതിന് നമ്മുടെ ബോസ് നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിന് കൊണ്ട് ഒരു ബോണസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നു, ഒരു അവാർഡ് കിട്ടുന്നു. അതിന് നമുക്ക് ബോഡിക്ക് ഭയങ്കര പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ഡോപ്പമിൻ ലെവൽ കൂടും. അതിനാണ് ഡോപ്പമിൻ കിക്ക് എന്ന് പറയുന്നത്. അപ്പം ഡോപ്പമിൻ കിക്ക് നമ്മുടെ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മൾ എപ്പോഴും ഡോപ്പമിൻ കിക്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ഡോപ്പമിൻ കിക്ക് എന്ന് വെച്ചാൽ അതൊരു ആൽക്കഹോൾ കിക്ക് പോലെ ഒരു ഡോപ്പമിൻ കിക്ക് അത് കൊടുക്കുമ്പോഴേക്കും ഡോപ്പമിൻ്റെ ഹോർമോൺ ലെവൽ കൂടുന്നു. നമ്മൾ പിന്നെ കൂടുതൽ അത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അത് ഡോപ്പമിൻ്റെ കാര്യം. അപ്പം ഡോപ്പമിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് എപ്പോഴും അതാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അവർ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ഏത് രീതിയിലാവാം. അപ്രീഷിയേറ്റ് ചെയ്യുക, വാക്കുകളിലൂടെയോ ബോണസിലോ കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവാർഡ് വഴിയോ ഏത് രീതിയിലാണെങ്കിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ ഓക്സിറ്റോസിൻ എന്ന് വെച്ചാൽ ലവ് ഹോർമോണാണ്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോവുക, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ സംസാരിച്ചിട്ട് പോയാൽ നമുക്ക് ചിലപ്പോൾ അത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ പറയത്തില്ല, അവരെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ് അവരെ കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ പോകുമ്പോഴേക്കും നമ്മുടെ ഓക്സിറ്റോസിൻ ലെവൽ കൂടും. അതാണ് കാര്യം. അതെ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ പവർ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും, റിസൾട്ട്സും ഇമ്പ്രൂവ് ചെയ്യും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ആവാം. നമുക്ക് നമ്മുടെ അങ്ങനത്തെ റൊമാൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരൻസ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, ചിലവർ നമ്മൾ പറയാമല്ലോ, അവരെ കണ്ടിട്ട് പോയാൽ എന്തൊരു ഐശ്വര്യമാണ്. കാരണം നമുക്ക് അവർ ഇഷ്ടത്തോടെ അവർ കാണുമ്പം നമുക്ക് ബോഡിയിൽ ഓൾറെഡി ആ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അത് സെയിം ടൈം ഇഷ്ടമുള്ളൊരാൾ ഇയാളെ കണ്ടിട്ട് പോയാൽ എന്ന് ദിവസം പോക്കാന്ന് പറയും. അതായത് ബേസിക്കലി നമ്മുടെ ഓക്സിജൻ ലെവലും കുറയും. ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പം നമ്മളവരെ ബാഡ് ലക്ക് പോലെ നമ്മൾ റിലേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഓക്സിറ്റോസിൻ്റെ എഫക്റ്റ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറട്ടോണിൻ, ലീഡർഷിപ്പ് ഹോർമോൺ. നമ്മളൊരു കാര്യത്തിൽ നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴും ഒരു ഫീൽ ലൈക്ക് ലീഡർ എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ സെറട്ടോണിൻ ഹോർമോൺ കൂട്ടുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ഫീൽ വരും, ഒരു ലീഡറിനെ പോലെ ഒരു ഫീൽ വരും. അപ്പോൾ അത് യൂഷ്വലി എക്സസൈസ് വഴി ചില ബനാനാസ് കഴിക്കാൻ വരാം, ചില ബദാം കഴിക്കാൻ വരാം. അങ്ങനത്തെയൊക്കെ ചില സെറട്ടോണിൻ സപ്ലിമെൻറ്റ് അങ്ങനെ സെറട്ടോണിൻ ലെവൽ ബോഡിയിൽ കൂടും. ബേസിക്കലി ഏറ്റവും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എക്സസൈസ്. മോഡറേറ്റ് എക്സസൈസ് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ബേസിക്കലി അവരുടെ സെറട്ടോണിൻ ലെവൽ കൂടുന്നതുകൊണ്ടാണ്. പിന്നെ എൻഡോർഫിൻസ് എന്ന് വെച്ചാൽ ഹാപ്പി ഹോർമോൺസ്. നമ്മൾ എത്രത്തോളം ഹാപ്പി ആവോ അത് നമ്മുടെ ബോഡീനെ ഹാപ്പി ആവും. അത് ഇപ്പോഴും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റാണ്. അപ്പം നമ്മൾ ഹാപ്പിനെസ് തേടി പോകണം. നമ്മൾ പ്രപഞ്ചത്തിലെല്ലാം കിടപ്പുണ്ട്, നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുള്ളത്. ബാഡ് തിങ്സ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ബാഡ് തിങ്സ് വന്നുകൊണ്ടിരിക്കും, ഗുഡ് തിങ്സ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഗുഡ് തിങ്സ് വരും. അതുപോലെ ഹാപ്പിനെസ് ഹോർമോൺ അതാണ് എൻഡോർഫിൻസ്. അത് പല കാര്യങ്ങൾ നമ്മളെപ്പോഴും ചിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എൻഡോർഫിൻ ലെവൽ കൂടുതലായിരിക്കും. നല്ല നല്ല സിനിമകൾ കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതോറും എൻഡോർഫിൻ ലെവൽ കൂടും. പിന്നെ നമ്മുടെ എക്സസൈസ്, എസ്പെഷ്യലി വിഗ്രസ് എക്സസൈസ്. അപ്പം അതാണ് ഈ എക്സസൈസ് അഡിക്ഷൻ വരാനുള്ള കാരണം എൻഡോർഫിൻ ലെവൽസ് കാരണമാണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവാണ്. അപ്പം നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾ ഒരു 10, 20, 30 ദിവസം കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്താൽ പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ നിർത്താൻ തോന്നില്ല. കാരണം നമുക്ക് ഒരു ലെവൽ എൻഡോർഫിൻസ് വന്നു കഴിഞ്ഞു, നമ്മുടെ ഡ്രഗ്സ് പോലെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് ആവും, പിന്നെ പോയി എക്സസൈസ് ചെയ്യാൻ തോന്നും. അതാണ് ഈ കുറേ നാളത്തെ ഈ മാരത്തോൺ റണ്ണേഴ്സ്, ഈ ഭയങ്കര ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലെവൽ, അല്ലെങ്കിൽ സൂംബയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിർത്താൻ തോന്നത്തില്ല. കാരണം അതില്ലെങ്കിൽ പിന്നെ അവരത് ഭയങ്കര, അപ്പോൾ അവർക്ക് എപ്പോഴും ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ അത് കാരണം അത്രയും എൻഡോർഫിൻസ് ഉണ്ട്. ഈ 4 പോസിറ്റീവ് ഹോർമോൺസിനെയും പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ബ്രെയിനിലെ പവർ കൂട്ടാനുള്ള സാധനം. അപ്പോൾ ഈ ബേസിക്കലി നമ്മളിപ്പം പറഞ്ഞത് പോലെ ഇപ്പം ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ അങ്ങോട്ട് വലിയ ചേഞ്ച് വരും. അതെല്ലാം ടെമ്പററി ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്താൽ ബ്രെയിൻ നെഗറ്റീവ് ഇൻഫ്ലുവൻസും വരും. അതങ്ങനെ അതൊരു ട്രാൻസിൻ്റായിട്ട് വരുന്ന ഒരു ചേഞ്ചസ് ആണ്. അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. ബ്രെയിനിലെ നെർവ്സിനെ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഇത്
ബ്രെയിൻ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ളത്. ഇനി ഡോക്ടർ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പം ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ജോലി സമയം ഇപ്പം നഴ്സുമാരുടെയൊക്കെ ആയിരുന്നു പണ്ട്, ഡോക്ടേഴ്സിൻ്റെയും നിങ്ങളുടെയാണ് ഡേയും നൈറ്റും മാറി മാറി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ IT-കാർ വരുന്നു, പലതരം ജോലിക്കാരുണ്ട്, പല രാജ്യങ്ങളിലിരുന്ന് നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു. ഉറക്കം എന്ന് പറയുന്നത് എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, ബ്രെയിനിൻ്റെ ഹെൽത്തും സ്ലീപ്പും എത്രത്തോളം കണക്റ്റഡ് ആണ്? ഭയങ്കര റിലേഷൻ ഉണ്ട്. കാരണം നമ്മൾ കറക്റ്റ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ റിജുവിനേഷൻ ഫോഴ്സാണ്. ബ്രെയിനിന് ഒരു സ്ട്രെസ്സിൽ നിന്ന് റിജുവിനേറ്റ് ചെയ്ത് അതിനെ തിരിച്ച് ഒരു നല്ല ഹെൽത്തി ആക്കണമെങ്കിൽ സ്ലീപ്പ് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് ഒരു സിർക്കേഡിയൻ റിതമുണ്ട്. അതനുസരിച്ച്, അതായത് നമ്മുടെ ബോഡി നമ്മൾ ഡേയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ഉറങ്ങണം. നമ്മുടെ സിർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നു, ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ മെലറ്റോണിൻ ഹോർമോൺസ് പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, അവിടെ നിന്ന് മെലറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യണം. മെലറ്റോണിൻ നമ്മുടെ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഉറങ്ങുന്നു. അതാണ് നമ്മുടെ നോർമൽ രീതി. നേച്ചർ അങ്ങനെയാണ് ഡിവൈസ് ചെയ്തേക്കുന്നത്. എപ്പോൾ ഇതിൻ്റെ എതിരെ പോകുന്നു അതൊക്കെ നമുക്ക് ഹെൽത്തിനെ അത് തിരിച്ചടിക്കും. നമ്മൾ നേച്ചറിൻ്റെ എതിരെ എന്ത് ചെയ്തോ അതെല്ലാം നമുക്ക് തിരിച്ചു വരും. അപ്പം ബേസിക്കലി നമ്മുടെ സ്ലീപ്പ് ഇറഗുലർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കുറയും. കാരണം അതിൻ്റെ അത് ഒരു മേജർ ഫങ്ഷൻ ഒന്ന് നമ്മുടെ ഈ റിജുനേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നെർവ്സിനൊക്കെ ഭയങ്കര ഡാമേജിങ് ആണ് ഈ കണ്ടിന്യൂസ് സ്ലീപ്പ് ഡിപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങളൊക്കെ സ്ലീപ്പ് ഡിപ്രേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ. ആരും ഉറങ്ങിയില്ല അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ ആയിരിക്കും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഡിസ്റ്റർബൻസ്, മെമ്മറി ഡിക്ലൈൻ. അത് ഭയങ്കര സ്ലീപ്പ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് മെമ്മറി ഡിക്ലൈൻ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഈ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണ്. നമ്മൾ സൂപ്പർഫിഷ്യൽ സ്ലീപ്പിലല്ല, നമ്മൾ 4 ഫേസ് ഉണ്ട് സ്ലീപ്പിന്. ഫസ്റ്റ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, REM സ്ലീപ്പ്. ഇത് 4 സ്റ്റേജ്. ഈ 4 എണ്ണം കൂടി ഒരു 1.5-2 മണിക്കൂറാണ്. അങ്ങനെ ഒരു ഉറക്കത്തിൽ 4 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഓരോ സൈക്കിളും 4 ഫേസും 4 സൈക്കിൾസ്. മനസ്സിലായില്ലേ? ഇതാണ് റെഗുലർ ശരിക്കും ഒരു സ്ലീപ്പിൻ്റെ ഒരു ക്വാളിറ്റി സ്ലീപ്പിൻ്റെ ഒരു രീതി. അപ്പോൾ അത് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ഓർഗൻസിനും റിജുവനേഷനാണ്. നമുക്ക് ബേസിക്കലി അത് തന്നെയാണ് ഏറ്റവും നമ്മുടെ ബോഡിയുടെ ഒരു ഹെൽത്ത് ടോണിക് തന്നെ പറയാൻ സാധിക്കും. അപ്പം ഈ ഡീപ്പ് സ്ലീപ്പിൽ ആണ് നമ്മൾ ഈ മെമ്മറി കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. അതായത് സൂപ്പർഫിഷ്യൽ മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി, സൂപ്പർഫിഷ്യൽ അല്ല ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ആകുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിലാണ്. നമ്മുടെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ബ്രെയിനിലൊരു ഏരിയയിലാണ് ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അതിലേക്ക് ഈ കൺവേർഷൻ നടക്കുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ഈ ശരിക്കും ഉറങ്ങാത്ത ആൾക്കാർക്ക് എപ്പോഴും ഈ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ്. തലേ ദിവസം ഒരാളെ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറങ്ങിയില്ലെങ്കിൽ അതെല്ലാം മറന്നു പോകും. ഈ അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ലോസ് ഭയങ്കരമായിട്ട് സംഭവിക്കും. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി അല്ലെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറക്കാൻ തുടങ്ങും. വളരെ ഈ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ, ഡെമെൻഷ്യയൊക്കെ, അതൊക്കെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ ഒരു 60-70 ഇയേഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെമ്മറി പ്രോപ്പർ ഉറക്കമില്ലാത്ത ആൾക്കാരിൽ അത് കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബേസിക്കലി ഉറക്കമില്ലെങ്കിൽ ബോഡിയുടെ സ്ട്രെസ് ലെവൽ കൂടും. സ്ട്രെസ് ലെവൽ കൂടി ബ്രെയിൻ സെൽസ് ഡാമേജ് ചെയ്യും. അത് ഈ ഓരോ ബ്രെയിനിലെ ഓരോ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, പല രീതിയിലുള്ള ഫംഗ്ഷൻസിനെ പതുക്കെ ഇതിനെ കുറയ്ക്കാൻ തുടങ്ങും. ഉറക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ 8 മണിക്കൂർ ഉറങ്ങാം, രാത്രി 8 മണിക്കൂർ ഉറങ്ങിയാൽ 8 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ ശരിക്കും ഉറക്കത്തിന് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ടോ? അതായത് ഈ സമയത്ത് ഉറങ്ങണം, ഈ സമയത്താണ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ പോകണം, അങ്ങനെ ഉണ്ടോ? അത് ആക്ച്വലി നമ്മുടെ സിർക്കേഡിയൻ റിതം അനുസരിച്ച് അതിന് ഏകദേശം ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണി തൊട്ട് വെളുപ്പിന് 6 മണി. അതായത് സൺറൈസിന് കൂടെ നമ്മൾ എഴുന്നേൽക്കണം. അതാണ് നോർമൽ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും നല്ലത്. പക്ഷേ എപ്പോഴും അത് സാധിക്കണമെന്നില്ല. നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷേ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ രാത്രി തന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രി മൊത്തം വർക്ക് ചെയ്തിട്ട് രാവിലെ മൊത്തം ഉറങ്ങുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് ഡെഫിനറ്റ്ലി നമുക്ക് ബോഡിക്ക് ഒരുപാട് ഹാം ഉണ്ടാവും ഓൺ ദ ലോങ് റൺ. നമ്മൾ പെട്ടെന്ന് ചെറുപ്പത്തിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഒരു പ്രായം തോറും അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് നമുക്ക് ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിക്കൂർ മുതൽ 6 എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ അകത്ത് 4 സൈക്കിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 4 ഫേസാണ് ഞാൻ പറഞ്ഞു. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 1 എന്ന് വെച്ചാൽ മൈൽഡ് സ്ലീപ്പ്, നമ്മൾ ഉറങ്ങത്തിൽ ഇങ്ങനെ ഒരു മയക്കത്തിൽ പോകുന്നു. സ്റ്റേജ് 2 കുറച്ചും കൂടി മയക്കത്തിൽ. സ്റ്റേജ് 3 ആണ് നല്ല ഡീപ്പ് സ്ലീപ്പ്, നല്ല രീതിയിൽ ഉറങ്ങിപ്പോകുന്നത്. പിന്നെ ഉള്ളത് അതിൻ്റെ 4ാമത്തെ സ്റ്റേജ് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് ഫേസ്. അത് 4ാമത്തെ ഫേസ്. ആ സമയത്താണ് കണ്ണിങ്ങനെ, ചിലർ ഉറങ്ങുന്നതിന് കണ്ണിങ്ങനെ അനങ്ങുന്ന കാണത്തില്ല, അത് സ്വപ്നം കാണും അവർ. അപ്പോൾ അതാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, ഡ്രീമിങ് ഫേസ്. ഡ്രീമിങ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഉണരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3. അതാണ് അതിൻ്റെ ഒരു നോർമൽ റിതം. അപ്പോൾ അങ്ങനെ 4 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന്?
യൂഷ്വലി. അപ്പം നമ്മൾ ഒരു സൈക്കിളിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു REM സ്ലീപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സൈക്കിൾ നമ്മൾ ഒരു സ്വപ്നം കാണും. അപ്പോൾ ഒരു രാത്രി നമ്മളൊരു 3-4 സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ ആ നൈറ്റിലെ സ്ലീപ്പ് വളരെ നല്ലതായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഏകദേശം ഒരു ധാരണ. സ്വപ്നം ഭീകരമാണെങ്കിലും ഉറങ്ങിയിട്ടുണ്ട്. ഭീകര സ്വപ്നത്തിൻ്റെ പക്ഷേ ഭീകര സ്വപ്നം ഡീപ് സ്ലീപ്പിൽ പരീക്ഷ ഡോക്ടർ എഴുതണേ സ്ഥിരം 10ാം ക്ലാസ്സിലെ പരീക്ഷ 12ാം ക്ലാസ്സിലെ പരീക്ഷ അതിന് പിന്നിലുള്ള സൈക്കോളജി. പക്ഷെ ഞാൻ ഈ ഉറങ്ങുന്നുണ്ട്. സ്കെയറി ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീപ് സ്ലീപ്പിൻ്റെ ഇതല്ല. അത് ബേസിക്കലി നമ്മുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ചില നൈറ്റ് മേഴ്സ് ഒക്കെ ഇല്ലേ, ചാടി എഴുന്നേൽക്കുന്നത്. ഇപ്പോഴും 12ലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആലോചിക്കണം. ഞാൻ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, MBA കഴിഞ്ഞു, ഞാൻ അതിനുശേഷം കൗൺസിലിങ്ങിൻ്റെ പഠിച്ചു. ഞാൻ ഇപ്പോഴും 12ലെ കണക്ക് പരീക്ഷ, ചിലപ്പോൾ മലയാളം പരീക്ഷയൊക്കെ എഴുതുന്നത്. അതൊക്കെ എന്ത് മോശമാണ് ഡോക്ടർ ആലോചിച്ചൊക്കെ എഴുതിയിട്ട്. അതൊക്കെ സ്വപ്നം കാണുന്നു. അതൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടിട്ട് ചാടി എണീക്കുക. അത് വേറൊരു സംഭവമാണ്. അത് നമ്മുടെ ബാഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നതാണ്. അത് ഉറക്കത്തിൽ തന്നെ വരണം. പക്ഷെ ഞാൻ ഉറങ്ങുന്നുണ്ട്, അതല്ല എൻ്റെ അർത്ഥം. അത് ഉറങ്ങുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഈ സ്ട്രെസ് ഒരുപാട് ഹൈലി സ്ട്രെസ്സുള്ള ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ബാഡ് മെമ്മറീസ് ഒക്കെ ചിലപ്പോൾ ചാടി വരും. അതിനെ നൈറ്റ് മേഴ്സ് എന്നൊക്കെ പറയുന്നത്. അത് നല്ല സ്ലീപ്പിൻ്റെ സൈൻ ഒന്നുമല്ല. അത് ഭയങ്കര അത് ഈ സ്ട്രെസ് റിലേറ്റഡ്, അത് വേറൊരു രീതിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഗുണമില്ല, നൈറ്റ് മേഴ്സ് ഗുണമില്ല. നൈറ്റ് മേഴ്സ് നല്ല സ്വപ്നം കാണണം. സ്മൂത്ത് ഡ്രീംസ് എന്നാണ് പറയുന്നത്. ഈ പെട്ടെന്ന് എറാറ്റിക്കായിട്ട് വന്ന് ഭയങ്കര നമ്മളെ സ്കെയർ ചെയ്ത് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രീംസ് അല്ല, സ്മൂത്ത് ഡ്രീംസ്. ബേസിക്കലി ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഡ്രീംസ് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഡ്രീംസിൽ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സംസാരിക്കത്തില്ലായിരിക്കും, പക്ഷേ നമുക്ക് വളരെ സബ് കോൺഷ്യസ് ആയിട്ടൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാർ, അങ്ങനെയൊക്കെ അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ റിലേഷൻ ഒന്നും കാണണമെന്നില്ല. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡ്രീംസിൽ വരുന്നത്. അത് തന്നെ വേറെ ഒരു സ്റ്റഡിയാണ് ന്യൂറോളജി എന്ന് പറഞ്ഞാൽ, മറ്റേ സ്റ്റഡി ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ സ്മൂത്തായിട്ട് ഒരു 4 സ്മൂത്ത് ഡ്രീംസ് ഒരു നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ ഏകദേശം നന്നായിട്ട് ഉറങ്ങുന്നുള്ളതാണ്. പക്ഷേ അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യണം. പോളിസോമനോഗ്രാഫി എന്നൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് തലയിലെ ഇലക്ട്രോഡ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. നമ്മൾ ഈ phase 1, phase 2, phase 3 REM ഇതൊക്കെ പോകുന്നുണ്ടോയെന്നും ഓരോ തവണ ഇങ്ങനെ ഡ്രീമൊക്കെ പ്രോപ്പറായിരുന്നു എന്നും എന്തെങ്കിലും എന്താ വെച്ചാൽ ഇൻഅപ്രോപ്രിയറ്റ് അവേക്കണിങ് ഉണ്ടായിട്ടുണ്ടോയെന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ അസസ് ചെയ്യുന്ന പോളിസോമനോഗ്രാഫിയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു കാര്യം വെച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഒരു 3-4 ചെറിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഉറങ്ങി എന്നുള്ളത് നമുക്ക് ധരിക്കാം.